ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിനെ പൊക്കിയെടുത്തോണ്ട് വരികയാണ്. ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ. രണ്ടുപേരും റൊമാൻസിന്റെ അങ്ങേയറ്റമാണ്, അൺലിമിറ്റഡ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പൊക്കിയെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ എടുക്കുന്നത്? ആരെങ്കിലും കണ്ട നാണക്കേടാ. അമ്മ എങ്ങനെ ഇപ്പൊ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഓ പിന്നെ എന്റെ ഭാര്യനെ എടുക്കുന്നതിന് എന്താ ഇത്ര കുഴപ്പം? എന്റെ ഭാര്യയല്ലേ, എന്റെ ഭാര്യനെ എന്തും എനിക്ക് ചെയ്യത്തില്ലേ എന്നൊക്കെ മട്ടിലാണ് ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ സംസാരം. ഏതായാലും എടുത്തുകൊണ്ട് കണ്ണിൽ നോക്കി നിന്നപ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചല്ലേ. അങ്ങനെ നമ്മുടെ ശ്രുതിനെ എടുത്തുകൊണ്ട് ശ്രുതി അവിടെ കൊണ്ട് നിർത്തുന്നു. ഇത് കാണുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അങ്ങനെ ചന്ദ്ര വന്നിട്ട് അയ്യോ ഇതെന്താ പറ്റിയത്, ഇതെന്താ ഇവളെ എടുത്തോണ്ട് വരുന്നത്, എന്തു പറ്റി മോളെന്ന് ചോദിച്ചപ്പം ഹേയ് ഒരു പ്രശ്നവും ഇല്ലമ്മേ, ഈ ശ്രുതിയോട് ഞാൻ പറഞ്ഞതാ എന്നെ എടുക്കണ്ടാന്ന്, എന്നിട്ടും എന്നെ എടുത്തോണ്ട് വരിക. അതെ ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നു, ഇന്ന് കുറെ കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ നിൽക്കുമായിരുന്നു അമ്മേ, കാലൊക്കെ കട്ട് കഴിച്ചങ്ങ് പൊട്ടി. ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുവാ ശ്രുതി എന്നെ എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു അതിനിപ്പോ എന്താ, ഭാര്യനെ ഭർത്താവ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഏതായാലും ഇതൊക്കെ എന്റെ ഭാഗ്യം അമ്മേ, അമ്മയുടെ മോനായതുകൊണ്ടല്ലേ. അമ്മയുടെ അതേ സ്വഭാവമാ, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെയാ വേണ്ടത്. എല്ലാ പെൺകുട്ടികളും ഞങ്ങളാ ഭാഗ്യം ചെയ്തവര്, ഞാനും എന്റെ മോനും. നിന്നെ പോലെ നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടീനെ കിട്ടിയില്ലേ. അതുമല്ല മോളിപ്പ പറഞ്ഞില്ലേ അമ്മയുടെ മോന്. ഈ സാധാരണ വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികള് അമ്മ മകൻ എന്നുള്ള ആ ഒരു ബന്ധം അറുത്തു മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ മോൾ അപ്പോഴും ശ്രുതിയുടെ കൂടെ എന്റെ പേര് കൂട്ടിയല്ലേ പറയുന്നത്, എന്റെ മോനാണെന്ന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നില്ലേ. അത് കേൾക്കുമ്പോൾ അമ്മമാർക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് ദൈവമായിട്ടാ എനിക്ക് മോളെ കൊണ്ടു തന്നത്, മോളെ പോലെ ഒരു മരുമകളെ കിട്ടിയത് എന്റെ ഭാഗ്യമാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല മോള് ടയേർഡായിട്ടല്ലേ വന്നത്, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ബദാം ഇട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് മോക്ക് തരാം, അതൊക്കെ കുടിച്ച് ഒന്ന് സമാധാനമായിട്ട് കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഫ്രഷായി ഉറങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ക്ഷീണമൊക്കെ അങ്ങ് പൊക്കോളും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതി അടുക്കളയിൽ നിൽപ്പുണ്ട്. ബദാമും പാലും ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബദാമും പാലൊന്നും കാണുന്നില്ല കേട്ടോ. കലക്കി വെച്ചായിരുന്നു നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി, നേരത്തെ തന്നെ കൂട്ടി കലക്കി വെച്ചു. അപ്പൊ അത് കാണുന്നില്ല. അപ്പൊ രേവതിയോട് ചോദിച്ചു, അല്ലടി എന്തിയെ ഇവിടെ ഇരുന്ന പാല് എന്തിയെ, അത് നീ എടുത്ത് കമത്തിയോ? അല്ലെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം എടുത്ത് നിനക്ക് കമത്തലാണല്ലോ പരിപാടി. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? അമ്മ ഇവിടെ പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്കല്ലാതെ പാലൊന്നും വേണ്ട, ഞാൻ പാലൊന്നും കുടിക്കാറില്ല. ഓ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഇതേ എന്റെ മോക്ക് ഞാൻ കലക്കി വെച്ചതാ, പാവം നിന്നെ പോലെയല്ല, അവളെ അധ്വാനിച്ചിട്ട് വരുന്ന, നിനക്കിത് വല്ലതും അറിയണോ? വീട്ടിലിരുന്ന് 3 നേരം മൂക്കും മുട്ട തിന്നാ മാത്രം മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാലും എടുത്തോണ്ട് പോവാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലൊക്കെ എടുത്തോണ്ട് പോയി നമ്മുടെ ശ്രുതിയുടെ കൈ കൊടുത്തു. മോളെ ഇത് കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ ശ്രുതി പകുതി കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിക്കാം. ശ്രുതി പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട, എനിക്കിത് ശീലമല്ല. ഏതായാലും മരുമകൾക്കേ പൊന്നാരമ്മായിയമ്മ ഇട്ട് തന്നതല്ലേ. എന്താ ശ്രുതി പറയുന്നത്? അമ്മായിയമ്മ എന്ന് പറയരുത് കേട്ടോ, ഇതെന്റെ അമ്മ തന്നെയാ, ഇതെന്റെ അമ്മയാ, അമ്മ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്മായിയമ്മ എന്ന പ്രയോഗം എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് അമ്മേ ഒരു കാര്യം, അമ്മേ നല്ല ആന്റി ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. ജോലിക്ക് പോയിട്ട് വന്നോണ്ടേ എനിക്ക് ഫ്രഷ് ആകണം, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞാൻ ഇത് കുടിച്ചോളാം എന്ന് പറഞ്ഞു. ഏതായാലും ഇതിനിടയിൽ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ. അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് തോണ്ടും ഇങ്ങോട്ട് തോണ്ടും, ഒരു ചെറിയ കളിയും അങ്ങോട്ടൊക്കെ. വിവാഹം കഴിഞ്ഞ ഉടനെ ഉണ്ടാവുന്ന ആ ഒരു പ്രവണതയുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന രേവതി ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ചന്ദ്ര മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവരിവിടെ ഇങ്ങനെ അങ്ങോട്ട് തോണ്ടുന്നു ഇങ്ങോട്ട് തോണ്ടുന്നു, ഒച്ച ഉണ്ടാക്കുന്നു, വീട് ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്തോ ചെറിയൊരു നാണം വരികയും അവിടെ നിന്ന് പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങ് മാറിപ്പോയി. പക്ഷെ ഇത് നമ്മുടെ ചന്ദ്ര കണ്ടു. ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സഹിക്കുവോ? ചന്ദ്ര ഇങ്ങ് വന്ന് പറഞ്ഞില്ലേ, മോളെ ശ്രുതി ഇനിയേ വാതിൽ അടച്ചിട്ട് മതി നിങ്ങളുടെ സ്നേഹപ്രകടനമൊക്കെ. അയ്യോ അമ്മേ അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? വേറൊന്നുമല്ല, ഞാൻ കാണുന്ന ഓർത്തിട്ടൊന്നുമല്ല, പക്ഷെ ഉണ്ടല്ലോ കണ്ണുദോഷം എന്ന് പറഞ്ഞാലേ അത് ഉള്ളത് തന്നെയാ, അച്ചട്ട.
അവൾക്ക് ഇതുവരെ സമാധാനമായ ഒരു കുടുംബജീവിതം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവള് കണ്ണു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെന്തുരുകി ചാമ്പലാകും. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടെ അവളവിടെ നിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടേ ഇതൊന്നും അവളെ കാണിക്കാൻ കൊള്ളൂല. അതാ പറഞ്ഞത്, വാതിൽ അടച്ചിട്ടിട്ട് മതി സ്നേഹപ്രകടനം ഒക്കെ എന്ന്. കണ്ണ് കിട്ടിയാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. നിങ്ങളിങ്ങനെ സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ അമ്മയ്ക്ക് ആഗ്രഹം. അങ്ങനെ ജീവിക്കണമെങ്കിലേ പാത്തും പതുങ്ങിയൊക്കെ മതി. അല്ലെങ്കിൽ അവളുടെ കണ്ണ് വീണാ മുട്ടിഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ രേവതി മാറി നിന്ന് കേൾക്കുന്നുണ്ട്. കണ്ണ് രണ്ട് നിറഞ്ഞൊഴുകാണ് കേട്ടോ രേവതിയുടെ. അതിൻ്റെ കൂടെ പറയുകയും ചെയ്തു, അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രോഗം അവൾക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇതുകൂടെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം വല്ലാത്തൊരു ഫീലിങ്സ് തോന്നൂല്ലോ. അപ്പം രേവതി മാറിപ്പോയി അടുക്കളയിൽ പോയി നിന്ന് കരയുകയാണ്. ഏതായാലും പാലൊക്കെ കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ്? സച്ചി. 4 കാലയിലാണ് കേട്ടോ വരുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെ 4 കാലയിൽ കയറി വന്നു. 4 കാലയിൽ കയറി വന്നതും കയ്യിലിരുന്ന് ശ്രുതിയുടെ കയ്യിലിരുന്ന പാല് കണ്ടിട്ട്, ഇതെന്താ പാലോ? അല്ല, ഇതിപ്പോ എവിടെയാ? കാറിനകത്താണോ? അതോ എടാ സുധി കാറിനകത്ത് നിന്ന് ഇറങ്ങടാ എന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു പരസ്പര ബോധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും രേവതി വന്നിട്ട് എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് കാറല്ല, ഇത് വീടാ. ഓ, വീടാണല്ലേ. എൻ്റെ കാറിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ചിന്തയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കൈ കയറി പിടിച്ചപ്പം വിടടി, മാറി നിൽക്കടി എന്ന് പറഞ്ഞു. എന്താ നിങ്ങളീ കാണിക്കുന്നത്? എന്തിനാ കള്ളു കുടിച്ചോണ്ട് വന്നത്? കള്ളു കുടിച്ചോണ്ട് വരാതെ നീ കാരണമാടി ഞാൻ കള്ളു കുടിച്ചത്. നീ ഒറ്റ ഒരുത്തി കാരണമാണ്. നീ കാരണം എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് കുറച്ച് സമാധാനം വേണം. അതുകൊണ്ടാണ് ഞാൻ കള്ളു കുടിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെയല്ല പറയുന്നത്, നാക്ക് കുഴഞ്ഞാണ് പറയുന്നത്. ഞാൻ ഇനി നാക്ക് കുഴഞ്ഞ് അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ചിന്നു അഭിനയം വേണ്ട, പറച്ചിൽ മതിയെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് എൻ്റെ ആക്ടിങ് അങ്ങോട്ട് കുറച്ച് വെച്ചേക്കുന്നത്. ഞാൻ ഒന്ന് സ്വയം നിയന്ത്രിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രേവതിനെ കളിയാക്കാൻ തുടങ്ങി. ഇത് കേട്ട് കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാകും. അതിനിടയിലാണെങ്കിൽ ശ്രുതി, ഇതെന്താ ശ്രുതി, ഇയാൾ കള്ളു കുടിച്ചേക്കുവാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതേടി ഞാൻ കള്ളു കുടിച്ചേക്കുവാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ കെട്ടിയവന് വല്ല കുഴപ്പമുണ്ടോ? അതെ, നിങ്ങളൊന്നും മിണ്ടേണ്ട കാര്യമില്ല. ഇവൻ ഇവിടെ മിണ്ടാനുള്ള വോയിസ് ഇല്ല. ഇവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇവൻ കാരണമല്ലേ എനിക്ക് ഇവളെ തലയിലെടുത്ത് കെട്ടി വെക്കേണ്ട വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഒന്ന് ഞെട്ടിട്ടോ ശ്രുതി പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഓ എന്തിനു ഞാൻ മിണ്ടാതിരിക്കണം? എനിക്കങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മിണ്ടുക തന്നെ ചെയ്യും. പറയാനുള്ളതൊക്കെ എവിടെയും വെട്ടി തുറന്ന് പറയാനേ എനിക്കൊരു മടിയില്ല. ചങ്കു പൊട്ടിയാടാ ഞാൻ നിൽക്കുന്ന, ചങ്കു പൊട്ടി. പിന്നെ നിനക്ക് എൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ. കാരണമേ നീ ഇവിടെ വല്ലതും കൊണ്ടു കൊടുക്കുന്നുണ്ടോ? നീ ഇവിടെ 5 പൈസ തരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ മിണ്ടാതിരുന്ന് കേട്ടാ മാത്രം മതി. എൻ്റെ സങ്കടം ഉണ്ടല്ലോ അതിവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് നമ്മുടെ സച്ചി കരയാനും തുടങ്ങി. രേവതിക്ക് ഇത് കണ്ടപ്പോൾ വിഷമമായി. രേവതി പറഞ്ഞു, നിങ്ങളൊന്ന് മര്യാദയ്ക്കിരിക്കുക. നിങ്ങൾ റൂമിനകത്ത് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും, നീ ആരടി എന്നെ റൂമിനകത്തേക്ക് വിടാന്? അങ്ങനെ എന്നെ റൂമിനകത്തേക്ക് ഇവിടെ ആരും പൂട്ടി വെക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് എന്താ രേവതി മോളെ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ രേവതി പിന്നെ മാത്രം അച്ഛൻ കണ്ടുള്ളൂ, ഞാൻ ഇവിടെ നിൽക്കുന്ന അച്ഛൻ കണ്ടില്ലേ? എന്റെ സങ്കടം ഞാൻ ആരോട് പറഞ്ഞു തീർക്കും? പറ. എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ, സങ്കടം മാത്രം. ജനിച്ചപ്പം മുതൽ സങ്കടവാ, മരിക്കുന്നവരെ ഈ സങ്കടം കൊണ്ട് ഞാൻ നടക്കണ്ടേ? അതുപോലെ ഇവളെയും കൊണ്ട് ഞാൻ നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതി ഇങ്ങനെ കുത്തി നോവിക്കുന്നു. ശ്രുതി ആണെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഈ കള്ളു കുടിച്ചിട്ട് വരുന്നതൊക്കെ ശ്രുതി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അസ്വസ്ഥത പോലെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഇവന് 5 പൈസയുടെ വെളിവില്ലാത്തവനാ, അതുകൊണ്ടാണ് ഇവനിങ്ങനെ കിടന്ന് തുള്ളുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവന് മദ്യപാനമൊന്നും ഇല്ലായിരുന്നു, വീണ്ടും അവന് തുടങ്ങിയെന്നാ തോന്നുന്നു. എങ്ങനെ മദ്യപിക്കാതിരിക്കും? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നന്നായാലല്ലേ മദ്യപിക്കാതിരിക്കത്തുള്ളൂ. ഇവള് കാരണം തന്നെയാ ഇവൻ വീണ്ടും മദ്യപാനം തുടങ്ങിയെന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും അങ്ങോട്ട് എരിപിരി കയറ്റാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ സച്ചിനെ ചോദ്യം ചെയ്തു, നിന്നോട് ആരാടാ കള്ളു കുടിക്കാൻ പറഞ്ഞത്? നിനക്കിവിടെ എന്താടാ ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എണ്ണിപ്പിറക്കി ഇങ്ങനെ സച്ചി ഇങ്ങനെ വീണ്ടും ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചി പറഞ്ഞു, സുധി എടാ നീ കാരണമാടാ, നീ കാരണം, നീ ഒറ്റയൊരുത്തൻ കാരണമാ ഞാൻ ഈ ഗതിയിലായത്. എൻ്റെ ഗതി അതോ ഗതിയായെന്ന് കൂട്ടിക്കൊണ്ടാ മതി. നീ ഉണ്ടല്ലോ, നീ എന്തിനാടാ പോയതെന്ന് ചോദിച്ചു.
ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര പേടിച്ചോട്ട് ചന്ദ്ര പറഞ്ഞു, മോളെ മോളെ നീ ഒരു കാര്യം ചെയ്യാ, ഇവനെ കൊണ്ടുപോയി റൂമിനകത്ത് കയറിക്കേ. ദേ അല്ലെങ്കിൽ ഇവൻ വായി തോന്നൊക്കെ വിളിച്ചു പറയും. ദേ ഇവൻ വിളിച്ചു പറയുന്നൊക്കെ വൃത്തികേടായിരിക്കും. അതൊക്കെ കേട്ടോണ്ട് നിന്നാലേ ശരിയാവില്ല. മോള് ഒരു കാര്യം ചെയ്യേ, പൊക്കോ സുധി മോനെ പോടാന്ന് പറഞ്ഞു. ഏതായാലും ഇവര് റൂമിനകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, എവിടെ പോകാനാ, അതേ ഞാൻ പറയുമ്പോ റൂമിനകത്ത് പോയാൽ മതി. ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം. അല്ല നിങ്ങളാരാ ഇവനോട് കയറി പോകാൻ പറയാന്? ഇവനെ എന്താ കൈയും കാലും വായും ഒന്നുമില്ലേ? നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇവൻ തുള്ളുവോളോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയുടെ നേരെ സച്ചി ഇങ്ങനെ ചാടിക്കടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് സച്ചിയുടെ ഈ ഓരോ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി പോകും. അത് സുധിയുടെ ജീവിതത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ പോടാ സുധി നീ അകത്ത് പോകാൻ പറഞ്ഞു. സച്ചി എന്തേലും പറയട്ടെ നീ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ പോയി കേട്ടോ. അങ്ങനെ ചന്ദ്രയെ ഒരു വിധത്തിൽ അവരെ കൊണ്ട് റൂമിലാക്കിയിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്തിന്റെ സൂക്കേടാ, എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാനാണോ ഇവനിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുന്നതെന്ന് വെച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടീ നീ കിടന്ന് ചിലക്കാതെ, അവൻ സംസാരിക്കുന്നത് അവന്റെ തലയ്ക്ക് വെളിവില്ല, അവൻ വെള്ളം അടിച്ചിട്ടാ. നിന്റെ തലയ്ക്ക് എന്താ ഒട്ടും വെളിവില്ലായ്മയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ കിടന്ന് സംസാരിക്കാതെ, അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും, നീ അകത്ത് കയറി പോകാൻ നോക്കാൻ പറയുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് എന്റെ തലയിലാണല്ലോ എല്ലാം കൊണ്ട് വെക്കുന്നത്, ലാസ്റ്റ് ഞാനാണല്ലോ കുറ്റക്കാരി, ലാസ്റ്റ് ദേ ഇങ്ങനെ നിൽക്കുന്ന എന്നെ വെറുതെ കുറ്റക്കാരിയാക്കും, നിങ്ങളുടെ മോന് നല്ലവനും. കണ്ടില്ലേ ഓരോന്ന് കേറി വന്നതിന്റെ ഗതികേട്. എടി നീ ഈ വീട്ടിൽ കേറി വന്ന അന്ന് തുടങ്ങിയതാടി എന്റെ കഷ്ടകാലം. എന്നിട്ട് ദേ ഇപ്പൊ എന്റെ നല്ലൊരു മരുമകൾ കേറി വന്നിട്ടുണ്ട്, അവളുടെയും കൂടെ ജീവിതം തകർക്കാനാ നിന്റെ കെട്ടിയവന്റെ ഉദ്ദേശമെങ്കിൽ രണ്ടും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പോയിട്ടോ. ഏതായാലും സച്ചി വീണ്ടും അവിടെ ഇന്നിങ്ങനെ നാലുകാലം നിൽക്കും. അതിനിടയിൽ നമ്മുടെ സുധിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പാലൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. ബദാം പാലൊക്കെ സച്ചി അകത്താക്കിയായിരുന്നു. ഏതായാലും ഭയങ്കര നാറ്റുവാ മാറി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏതൊരു ഭാര്യയ്ക്കാണെങ്കിലും ഒരു ചെറിയൊരു മനപ്രയാസം വരുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവിനെ വേറൊരു ഭാഗത്ത് നിന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ രേവതിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രേവതിയോട് ലാസ്റ്റ് രവീന്ദ്രൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, മോള് ഇവനെയും കൂട്ടിക്കൊണ്ടേ അകത്തേക്ക് പോയി, ഇനി ഇവൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, മോള് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് അവിടെ ബോധം വല്ലതും ഉണ്ടോ, കട്ടിൽ കണ്ടു വീണു, കിടന്നു ഉറങ്ങുകയും ചെയ്തു. രേവതി അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്, സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം കാണേണ്ട അവസ്ഥയും അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കുറച്ചു നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ നേരം പരപരാ വെളുക്കുന്നു. അതിനിടയിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അയാൾ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്, അയാൾ എന്തൊക്കെയാ പറഞ്ഞത്, കണ്ടില്ലേ ശ്രുതി ജോലിക്ക് പോകാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്, ഇനി നോക്കിക്കോ ജോലിക്കൊക്കെ പോയി ഇവിടെ ഒരു സമ്പാദ്യം കൊണ്ട് കൊടുക്കണം, ഇപ്പൊ നമ്മൾ രണ്ടുപേരാ ഒരാളല്ല, അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ടല്ലേ അയാൾ വിളിച്ചു വായി തോന്നുന്നൊക്കെ വിളിച്ചൊക്കെ പറയുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ എന്ന് പറയുമ്പം, അല്ല എൻ്റെ മോക്ക് വിഷമമായോ, സാരമില്ല കേട്ടോ, എനിക്ക് ജോലി ആയല്ലോ, ഇനി ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ നിനക്കും ജോലി ഉണ്ടല്ലോ, നമുക്കിനി ഈ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാലോ, നോക്കിക്കോ നമ്മൾ അവരെ തോപ്പിച്ച് അവരുടെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കും എന്നിങ്ങനെ ശ്രുതിയോട് പറയുകയും ചെയ്തു. അങ്ങനെ അവരും കിടക്കുന്നു. അങ്ങനെ നേരം പരപരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് പതുക്കെ ബോധമൊക്കെ വീണു. ഏതായാലും ബോധമൊക്കെ വീണ് കുളിച്ചിട്ട് നേരെ വീണ്ടും പോകാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്കല്ല ഓട്ടത്തിന് പോകണമല്ലോ. അതിനെണീറ്റു പോകുന്നതിന് മുമ്പ് നമ്മുടെ രേവതി സച്ചിൻ അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി എന്താ നിനക്ക് പറയാനുള്ളത് ദേഷ്യത്തോടെ ചോദിച്ചു. അതെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, കാരണം നിങ്ങളുടെ ഭാര്യ തന്നെയാണ് ഞാൻ, നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളുടെ ഭാര്യ അല്ലാതെ ആവില്ലല്ലോ, ഈ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് നിങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്തത് ഒരു തെറ്റാണെങ്കിൽ തെറ്റായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അല്ല, ഞാനൊരു കാര്യം പറയാം, ഈ വീട്ടിലിപ്പം നിങ്ങളുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളും മാത്രമല്ല ഉള്ളത്, ഞാനും മാത്രമല്ല ഉള്ളത്, നിങ്ങളുടെ അമ്മയും കേൾക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ കേൾക്കും, നിങ്ങളുടെ ഭാര്യയായി ഞാൻ കേൾക്കും, എല്ലാം കേട്ടോണ്ട് നിൽക്കും. പക്ഷേ ഇപ്പൊ ഈ വീട്ടില് മറ്റൊരു പെണ്ണും കൂടെ കയറി വന്നിട്ടുണ്ട് പുറത്തുനിന്ന്. ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന നാണക്കേട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നിങ്ങൾ സമ്പാദിക്കണം, നിങ്ങൾ നാണം കെടാൻ പാടില്ല, നിങ്ങൾ തല ഉയർത്തി പിടിച്ച് നടക്കണം. എന്താ ഞാനൊക്കെ മരപ്പാവല്ലോ ആണോ? എല്ലാവരുടെയും മുമ്പില് നിങ്ങൾ പറയുന്നത് കേട്ട് തല കുനിച്ച് വെളുത്ത് നിൽക്കാന് ഓരോന്ന് കേൾക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് വിഷമമുണ്ട്. ഇതിനകത്ത് ഒരു മനസ്സുണ്ട്, അല്ലാതെ
ഇതിനകത്ത് കല്ലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, ദയവ് ചെയ്ത് എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോടൊന്നും പറയരുത്. ഈ മുറിയിൽ കയറി എന്നെ 2 തല്ല് തല്ലിക്കോ, വേണമെങ്കിൽ കൊന്നോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ എന്നെ അപമാനിക്കരുത്. ഒരു മനുഷ്യന്റെ പരിഗണനയെങ്കിലും എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെ കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പം സച്ചിക്ക് തന്നെ സത്യം പറഞ്ഞ ഒരു ബോധം ഉണ്ടായത് അപ്പഴാ. അപ്പൊ സച്ചി മറുപടി ഒന്നും പറഞ്ഞില്ല. രേവതി ഇത്രയും പറഞ്ഞിട്ട് പോയി. നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടോണ്ട് നിൽപ്പുണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, അല്ല എന്റെ മോൻ വാതോരാതെ സംസാരിക്കുന്നതാണല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ മോനെ നിനക്ക് പറ്റിയത്? രേവതി പറഞ്ഞതിനൊന്നും നിനക്ക് മറുപടി പറയാനില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും വിടുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ, അവള് പറഞ്ഞതെല്ലാം അർത്ഥവത്തായ കാര്യങ്ങളാ. കാരണം അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. നീ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം ഇരുട്ടിലാകാൻ പാടില്ല. നീ കാരണം ഒരു പെണ്ണിനെ വേദനിപ്പിക്കരുത്. അവളുണ്ടല്ലോ നിന്റെ നല്ലതിനെ ചൊല്ലിയ അന്ന് ആ ഗജാനന്ദനെ നിന്നെ കാണിച്ചു തരാതിരുന്നത്. നീ അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം നീ ചെയ്യുന്ന അവനറിയാം, അവക്കറിയാം. അവളുടെ താലിയോഗം നഷ്ടപ്പെടുന്നു അറിയാം. കാരണം തല്ലു വല്ലവും കൂടി നീ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്ക് ആരാടോ ഉള്ളത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നീ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവള് ഒരു ജയിലിൽ പോയവന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയേണ്ടി വരില്ലേടാ. എന്നിട്ട് ഒരു നല്ല പെണ്ണിന് ദൈവം കൊണ്ട് തന്നിട്ട് അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സച്ചി നീ ഈ അച്ഛനെ സ്നേഹിക്കുന്നത്, നീ അച്ഛമ്മേനെ സ്നേഹിക്കുന്നത്? നീ മനുഷ്യനാകടാ, മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞ സച്ചിക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ സച്ചി അടങ്ങും. രേവതിയുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ മനസ്സിലായി. രേവതിയോട് പതുക്കെ മാപ്പൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറയും. അപ്പൊ അതൊക്കെ നാളെയും കൂടെ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെറിയൊരു ദേഷ്യം എന്ന് പറഞ്ഞ്. നാളെ പകുതി വരെ ഉള്ളൂ ദേഷ്യം. ബാക്കി നമ്മുടെ സച്ചി സ്നേഹത്തോടു കൂടി തന്നെ ഇനി രേവതിയോട് സംസാരിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയുണ്ട്, അതുമായിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.